സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വസുന്ധര IPS പ്രകാശിനെയും ത്യാഗരാജനെയും ഒക്കെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഋഷിയുടെ കൂട്ടുകാരെ വസുന്ധര IPS വെറുതെ വിടാൻ പോകുന്നില്ല. ഈ സിദ്ധാർത്ഥനെ ഋഷിയുടെ കൂട്ടുകാർ വന്ന് തല്ലിയിട്ടിട്ട് പോകുന്നുണ്ടെങ്കിലും ഈ പ്രഭാവതി അവരെ കാണുന്നുണ്ട്. പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥനെ സിദ്ധു എന്നും പറഞ്ഞ് കുലുക്കി വിളിക്കുമ്പം സിദ്ധുവിന് ഒരനക്കവും ഇല്ലാണ്ട് കിടക്കാൻ കാണുമ്പം പ്രഭാവതിക്കാണെങ്കിൽ ബോധക്ഷയം പോലെയൊക്കെ വരുന്നുണ്ടെങ്കിലും വേഗം തന്നെ ഫോൺ എടുത്ത് പ്രഭാവതി ആദ്യം തന്നെ വിളിക്കുന്നത് ദേവികേനെയാണ്. ദേവിക ഫോൺ എടുത്തതും എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, എല്ലാവരും വിളിച്ച് വിവരവും പറ, എന്താ അമ്മേ, എന്താ പ്രശ്നം, അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായികയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സിദ്ധുവിനെ ആരൊക്കെയോ കൂടി തല്ലി വിട്ടു മോളെ, സിദ്ധുവിന് ബോധമില്ലാണ്ട് ഇവിടെ കിടക്കുക, തല പൊട്ടി ചോരയൊക്കെ ഒരുപാട് പോകുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞതും ദേവികയാണെങ്കിൽ അയ്യോ അമ്മേ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല, മോളെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമെന്നും പറഞ്ഞ് പ്രഭാവതി ആണെങ്കിൽ ഫോൺ വെച്ചിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് ദേവികയുടെ വെപ്രാളമൊക്കെ കാണുമ്പോൾ ശാരിക ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചീനെ ആരാ വിളിച്ചത്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം അമ്മയെ വിളിച്ച് അച്ഛനെ ആരോ വന്ന് തല്ലി തലയൊക്കെ പൊട്ടിച്ച് അച്ഛൻ ബോധം കെട്ടി കിടക്കാമെന്നാണ് പറഞ്ഞ് എന്നോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാൽ ചേച്ചി ഒരു പണി ആദ്യം തന്നെ മുരളിയേട്ടനെയും ഗിരീഷേട്ടനെയൊക്കെ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞതും ദേവികയാണെങ്കിൽ ഫോണെടുത്ത് വേഗം മുരളിക്ക് വിളിക്കുന്നുണ്ട്. മുരളി ഫോണെടുത്തതും എന്താ ദേവിക ഈ സമയത്ത് വിളിച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകാനാണെന്ന് ചോദിക്കുമ്പം മുരളിയേട്ടനെ എത്രയും പെട്ടെന്ന് ചന്ദ്രോത്തേക്ക് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, അതുപോലെ തന്നെ ഗിരീഷേട്ടനോട് ഞാൻ വിളിച്ച് വിവരം പറയട്ടെ എന്നും പറഞ്ഞ് മുരളിയോട് പറയുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ദേവിക, ചന്ദ്രോത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം മുരളിയേട്ടൻ അതും ഇതും ചോദിച്ചുകൊണ്ട് കഥ വേഗം ചന്ദ്രോത്തേക്ക് അവിടെ അച്ഛനെ ആരോ തല്ലി ഇട്ടേക്കാന്നാണ് പറഞ്ഞതെന്ന്. അത് കേട്ടതും മുരളിയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് ഈ ഭാർഗവിയോട് പറയുന്നുണ്ട് അമ്മേ ഞാനൊന്ന് ചന്ദ്രോത്ത് വരെ പോയിട്ട് വരാമെന്ന് പറയുമ്പം നീ എന്തിനാണ് ഈ രാത്രിയിൽ ചന്ദ്രോത്തേക്ക് പോണേ, അവിടെ പ്രഭകുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അമ്മേ, അവിടെ സിദ്ധാർത്ഥനങ്ങളിനെ ആരോ തല്ലിന്നാ പറഞ്ഞ് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട് എന്തൊക്കെയാ ഭഗവാനെ ഞാൻ ഈ കേൾക്കണേ, എന്തായാലും നീ ഒറ്റയ്ക്ക് പോകണ്ടടാ ഞാനും കൂടി വരാമെന്ന് പറയുമ്പം തൽക്കാലം അമ്മ വരണ്ട, ഇവിടെ ഗൗരി ഒറ്റയ്ക്കല്ലേ, ഞാൻ പോയിട്ട് വരാം, ദേവിക എന്നോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞ് മുരളി ബൈക്ക് കൊടുത്ത് പോകുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട് ചന്ദ്രോത്തുകാർക്ക് ഒന്ന് വിട്ട് ഓരോരോ പ്രശ്നങ്ങളാണല്ലോ, എന്നാൽ ഇനി അവരുടെ പ്രശ്നമൊക്കെ തീർന്ന് പ്രഭകുഞ്ഞിന് സമാധാനമായിട്ട് എന്നാ ജീവിക്കാൻ പറ്റണേ, സിദ്ധാർത്ഥൻ സാറിനൊന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ഗൗരി അങ്ങോട്ട് വരുന്നുണ്ട്. ഗൗരി വന്നിട്ട് ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട് മുരളിയേട്ടനെ അങ്ങോട്ട് അമ്മ ധൃതി പിടിച്ച് പോയേ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അത് ചന്ദ്രോത്ത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, സിദ്ധാർത്ഥ സാറിനെ ആരോ തല്ലിയെന്നാണ് പറഞ്ഞ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പോയത്, അതാ നിന്നോട് പറയാതെ പോയെന്ന്. അന്നേരം ഗൗരിയും പറയുന്നുണ്ട് ചന്ദ്രോത്ത് എത്ര നാളായി ഓരോരോ പ്രശ്നങ്ങളായിട്ട് തുടങ്ങിയിട്ട്, നന്ദനെ കാണാതായിട്ട് എത്ര ദിവസമായി, ഇപ്പോഴാണെങ്കിൽ സിദ്ധാർത്ഥനങ്കിളിനെ ആരോ ആക്രമിച്ചു എന്ന്, ഇതൊക്കെ എന്തൊക്കെയാണ് ഭഗവാനെ നടക്കണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക കാറിൽ കയറി പോകാനൊരുങ്ങുമ്പോൾ ശാരിക വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാമെന്നും പറഞ്ഞ് ശാരികയും കാറിൽ കയറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥനെ ഇങ്ങനെ കുലുക്കി വിളിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥന് ഒരനക്കവും ഇല്ല. കണ്ടതും പ്രഭാവതി ആണെങ്കിൽ ആകെ പേടിച്ച് ഇങ്ങനെ കരയണ സമയത്ത് മുരളി അങ്ങോട്ട് വരുന്നുണ്ട്. മുരളിയെ കണ്ടതും പ്രഭാവതി ആണെങ്കിൽ മോനെ മുരളി നോക്കിയടാ ഒരനക്കവും ഇല്ലാതെ സിദ്ധു കിടക്കുക, സിദ്ധുവിന് എന്താ പറ്റിയ, സിദ്ധുവിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല ആൻറ്റി സമാധാനമായിട്ടിരിക്കുക, അങ്കിളിന് ഒന്നും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് മുരളി വേഗം തന്നെ ഈ സിദ്ധാർത്ഥനെ എടുത്ത് പോക്കണ സമയത്തേക്ക് ഗിരീഷും ദേവിക എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് എല്ലാവരും ചേർന്ന് സിദ്ധാർത്ഥനെ കാറി കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നതും സിദ്ധാർത്ഥനെ വേഗം തന്നെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ ഋഷിയുടെ കൂട്ടുകാരാണെങ്കിൽ പോണ വഴിക്ക് ഈ CPനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. അത് കേട്ടതും CP ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ പോയി അക്രമം കാണിച്ചത്, ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് ഭവിഷ്യത്ത് വരാനാ, ഞങ്ങൾക്ക് ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഋഷിയെ തിരികെ കിട്ടിയാൽ മതി എന്ന് പറയുമ്പം CP പറയുന്നുണ്ട് ഇത് അരുന്ധതിമയുടെ അറിഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകരുതെന്ന്, അന്ന് നിങ്ങൾ ആ MLAനെ വഴിയിൽ തടഞ്ഞു നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അരുന്ധതി മേഡം എന്നോട് ഒരുപാട് വഴുക്ക് പറഞ്ഞതാ, ഇനി ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മേഡം എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ഋഷിയുടെ ഭാവിനെ ബാധിക്കണേന്ന് പറയുമ്പം ആ കൂട്ടുകാർ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല സാറേ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഋഷിയെ തിരികെ കിട്ടിയാൽ മതി എന്ന് പറയുമ്പം നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ ഋഷി ഒരിക്കലും തിരികെ കിട്ടാനൊന്നും പോകണില്ല, ആ നന്ദനെ തിരികെ കിട്ടാതെ ഋഷിയെ നമുക്ക് തിരികെ കിട്ടൂല എന്ന്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങളെന്ന് ചോദിക്കുമ്പം നിങ്ങൾ തൽക്കാലം മാറി നിൽക്ക്, എന്തായാലും നിങ്ങൾ പോലീസ് പൊക്കും, അവിടെ CC ക്യാമറയൊക്കെ ഉള്ളതാണ്, അതുമാത്രമല്ല ആ പ്രഭാവതി നിങ്ങളെ കണ്ടെന്നല്ലേ പറഞ്ഞ്, അതുകൊണ്ട് ഉറപ്പായിട്ടും പോലീസ് നിങ്ങളെ പൊക്കിയിരിക്കും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കുമെന്ന്. അങ്ങനെ ഫോൺ വെച്ചിട്ട് CP ആണെങ്കിൽ അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. അരുന്ധതി ഫോൺ എടുത്തതും എന്താ CP എന്ന് ചോദിക്കുമ്പോൾ മേഡം ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണത്, എന്ത് പ്രശ്നമാണ് CP, മനുഷ്യനെ ടെൻഷനാക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പം
ഋഷിയുടെ കൂട്ടുകാർ ചെന്ന് ചന്ദ്രോത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി മേഡം എന്ന് പറയുന്നു. അത് കേട്ടതും ഈ അരുന്ധതി ചോദിക്കുന്നുണ്ട്, അവരെന്തിനാ ചന്ദ്രോത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയത്? എൻ്റെ മകൻ്റെ കാര്യം നോക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ, അതല്ല മേഡം, വേറൊരു കുഴപ്പമുണ്ട്. ആ സിദ്ധാർത്ഥനെ തല്ലി തലയൊക്കെ പൊട്ടിച്ചു എന്നാണ് പറഞ്ഞ്, അയാളിപ്പോൾ ആശുപത്രിയിലാണ്. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ശരിക്കും സി പി എന്നെ സഹായിക്കാൻ നടക്കണയാണോ അതോ ഉപദ്രവിക്കാൻ നടക്കണയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ രഹസ്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന്. ഞാനത് മറച്ചു വെച്ചാൽ മതിയായിരുന്നു. സി പിയെ വിശ്വസിച്ചാണ് ഞാൻ സി പിയോട് പറഞ്ഞത്. അതിപ്പോൾ എനിക്ക് തന്നെ ഭാര്യയായി, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാമെന്ന്. ആ സമയത്ത് സി പി പറയുന്നുണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല മേഡം, അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനും ജയിലിൽ പോകാനും ഒക്കെ തയ്യാറായിട്ടാണ് നിൽക്കണേ. അവർക്ക് ഋഷിയെ വേണമെന്നാണ് പറയണേന്ന് പറയുമ്പോൾ സി പി എന്താ ഒന്നും അറിയാതെ സംസാരിക്കണേ? ഋഷിയെ അങ്ങനെ വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചാണ് സി പി ഇരിക്കണേ. നന്ദനെ തിരികെ കിട്ടാതെ ഋഷിയെ ദേവിക നമുക്ക് വിട്ടു തരൂലാന്ന്. പിന്നീട് കാണിക്കുന്നത് ആസ്പത്രിയിൽ പ്രഭാവതി ദേവികയും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഡോക്ടറെ കണ്ടതും പ്രഭാവതി ഓടി ചെന്നിട്ട് സിധുവിന് എങ്ങനെയുണ്ട് ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല, തലയ്ക്ക് പൊട്ടുണ്ട്, അതുമാത്രമല്ല കുറച്ചധികം ബ്ലഡ് തലേന്ന് പോയിട്ടുമുണ്ട്, 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും, തൽക്കാലം ആൾക്കിപ്പോൾ ബോധം തെളിഞ്ഞിട്ടില്ല, ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി കാണാമെന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോകാൻ തുടങ്ങിയതും ദേവിക ചെന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം, ഒരു കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ സാറിന് ബോധം തെളിയും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി കാണാം, പിന്നെ 2 ദിവസം ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന്. പിന്നീട് നമ്മളുടെ രജനീനെയാണ് കാണിക്കണത്. ഈ രജനിയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ വിവരം അറിഞ്ഞിട്ട് ആകെ ടെൻഷനിലാണ്. ഭയങ്കര കരച്ചിലും ബഹളമാകുമ്പോൾ ഈ ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, രജനി നീ ഇങ്ങനെ കരയല്ലേ, ഈ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞാൽ അത് കുഞ്ഞിനെ കൂടി ബാധിക്കും, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, ഗിരീഷ് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, അവനെ വിളിച്ചു ചോദിച്ച് വിവരങ്ങൾ അറിയാമെന്ന്. അങ്ങനെ രജനിയാണെങ്കിൽ ഫോൺ എടുത്ത് ഗിരിക്ക് വിളിക്കുന്നുണ്ട്. ഗിരിയാണെങ്കിൽ ആ സമയത്ത് ഫോൺ എടുക്കണില്ല. അന്നേരം രജനിക്ക് ടെൻഷനായിട്ട് രജനി പറയുന്നുണ്ട്, അച്ഛന് എന്തോ ആപത്ത് സംഭവിച്ചു എന്നാണ് തോന്നണേ, ഗിരി ഫോൺ എടുക്കണില്ല അമ്മയെന്ന് പറഞ്ഞതും ചിലപ്പോൾ അവർ ആസ്പത്രിയിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ഒന്നും കൂടി വിളിച്ചു നോക്കുമെന്ന് പറയണം. അങ്ങനെ രജനി വീണ്ടും വിളിച്ചതും ഗിരീഷാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തപാടെ രജനി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങനെയുണ്ട് ഗിരി എന്ന് ചോദിച്ചതും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, എനിക്ക് അച്ഛനെ കാണാനായിട്ട് ആസ്പത്രിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, നിനക്ക് എന്താ രജനി തലക്ക് വെളിവില്ലേ, സമയത്ത് നീ ഇപ്പോൾ ആസ്പത്രിയിലേക്ക് വന്നിട്ട് എന്തിനാ, ഇപ്പോൾ വരുമൊന്നും വേണ്ട, വേണി നാളെ വന്ന് കണ്ടാൽ മതി, എന്തായാലും ഞാൻ തൽക്കാലം ഫോൺ വയ്ക്കുക, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതും അങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് ഈ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ വസുന്ധര IPSന് വിളിക്കുകയാണ്. വസുന്ധര ഫോൺ എടുത്തതും ദേവിക പറയുന്നുണ്ട്, മേഡം ഇന്ന് വീട്ടിലൊരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്താ അപകടമാണെന്ന് ചോദിച്ചതും കുറച്ച് പേര് വന്ന് അച്ഛനെ ഉപദ്രവിച്ചു, എന്നിട്ട് സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതും അച്ഛന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ തലയ്ക്ക് പൊട്ടുണ്ട്, അതുപോലെ തന്നെ 3-4 സ്റ്റിച്ചും ഉണ്ട്, മേഡം എത്രയും പെട്ടെന്ന് ആ കേസ് അന്വേഷിച്ച് അച്ഛനെ ഉപദ്രവിച്ചത് ആരാന്ന് കണ്ടുപിടിക്കണം. അന്നേരം വസുന്ധര പറയുന്നുണ്ട്, ആ കാര്യത്തിൽ ദേവിക സംശയിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചിരിക്കും, പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം വന്ന ആക്രമികളെ അമ്മ കണ്ടിരുന്നു, അതാരാന്ന് ചോദിച്ചതും ആ ഋഷിയുടെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നത്. അന്നേരം വസുന്ധര ചോദിക്കുന്നുണ്ട്, ഏത് ഋഷി? ആ അരുന്ധതിയുടെ മകൻ ഋഷിയുടെ ആണെന്ന് ചോദിക്കുമ്പം അതേ മേഡം, ഋഷിയുടെ കൂട്ടുകാരാ വീട്ടിൽ വന്ന അച്ഛനെ ആക്രമിച്ച്, എത്രയും പെട്ടെന്ന് മേഡം അവരെ അറസ്റ്റ് ചെയ്യണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലാണ്. സിദ്ധാർത്ഥന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അവർ പ്രതിയാവുമല്ലോ, സിദ്ധാർത്ഥൻ്റെ വിവരങ്ങൾ എങ്ങനെ അറിയും, എന്തായാലും വേണ്ടില്ല, ദേവികയെ ഒന്ന് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് അരുന്ധതി ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവിക അരുന്ധതിയുടെ കോളാന്ന് കണ്ടതും ഫോൺ എടുത്തിട്ട്, എന്താ മേഡം, അച്ഛൻ മരിച്ചോന്ന് അറിയാൻ വേണ്ടിയാണോ മേഡം വിളിച്ചതെന്ന് ചോദിക്കുമ്പം അല്ല ദേവിക, ഇതൊന്നും എൻ്റെ അറിവോടുകൂടി നടന്നതല്ല, ഋഷിയുടെ കൂട്ടുകാർ എന്നെ അറിയിക്കാതെ അങ്ങോട്ട് വന്നത്, ഞാൻ അവരോട് പറഞ്ഞിരുന്നതാ ഇതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. അതേതായാലും നന്നായി മേഡം, മേഡത്തിൻ്റെ അഭിനയം കലക്കുന്നുണ്ട്, മേഡം തന്നെ ആളെ പറഞ്ഞു വിട്ടിട്ട് മേഡം എന്നെ വിളിച്ച് അഭിനയിക്കുകയാണ്, എന്തായാലും മേഡത്തിൻ്റെ അഭിനയം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യ ദേവിക, ഇനി ഇതിൻ്റെ പേരിൽ ഋഷി ഉപദ്രവിക്കരുതട്ടോ എന്ന് പറയുമ്പം അതിന് ഞാൻ മേഡം അല്ലല്ലോ, മേഡത്തിൻ്റെ സ്വഭാവമല്ലേ വെറുതെ ആളുകൾ ഉപദ്രവിക്കരുതെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വസുന്ധര IPS ആണെങ്കിൽ ഈ ഋഷിയുടെ കൂട്ടുകാരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്റ്റേഷനിൽ വന്നതും വസുന്ധര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ചന്ദ്രോത്ത് കയറി സിദ്ധാർത്ഥനെ തല്ലിയെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ സുഹൃത്തുണ്ട് ഋഷി, അവനെ ഇവർ തടവിൽ വെച്ചേക്കുക, അവരെ വിട്ടു തരാൻ ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, പക്ഷേ അവർ വിട്ടു തന്നില്ല എന്ന് പറയുമ്പം വസുന്ധര ചോദിക്കുന്നുണ്ട്, ഒരാളെ ആരെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇതുപോലെയാണോ പ്രതികരിക്കേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയല്ലേ ചെയ്യണേ,
അല്ലാതെ നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നേന്ന്. അത് കേട്ടതും ഈ കൂട്ടുകാരാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശ് മേനോനെയും ത്യാഗരാജനെയാണ്. പ്രകാശ് മേനോൻ ത്യാഗരാജനോട് പറയുന്നുണ്ട്, ത്യാഗരാജൻ ചേട്ടാ ഒരു പ്രശ്നമുണ്ട്. ആ ഋഷിയുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിനെ തല്ലി ആസ്പത്രിയിലാക്കിയത്. അത് കേട്ടതും ത്യാഗരാജൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും അയാൾക്കൊരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. അവരെന്തായാലും കൊടുത്തല്ലോ, നന്നായി എന്ന് പറയുമ്പോൾ അതല്ല ത്യാഗരാജൻ ചേട്ടാ പ്രശ്നം. ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷണം രൂക്ഷമാവും. അതിൻ്റെ ഇടയിൽ നന്ദനെ ഋഷിയെ അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനൊക്കെ പൊളിയുമെന്ന് പറഞ്ഞതും ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇല്ല പ്രകാശ്, ഒരിക്കലും അതൊന്നും സംഭവിക്കാൻ പോണില്ല. അതല്ല സാറേ, ആ വസുന്ധര IPS ഉണ്ടല്ലോ, നിസ്സാരക്കാരിയൊന്നുമല്ല. അന്ന് തന്നെ ആ മീര കൊലക്കേസ് തേഞ്ഞു മാഞ്ഞു പോയേനെ. അവർ കാരണം ഞാൻ അറസ്റ്റിലായതും ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട വന്നതെന്ന്. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, മീര മരിച്ചതിന് ഒരു കുഴപ്പമില്ല. മീര മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ചേച്ചിയുടെ സ്വത്തെല്ലാം എനിക്ക് കിട്ടുക. പക്ഷേ എൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞു. ചേച്ചി ആ സ്വത്തൊക്കെ തനൂജയ്ക്ക് എഴുതി കൊടുത്തു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു എന്ന്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ അരുന്ധതിയുടെ കയ്യിലുള്ളതെങ്കിലും വാങ്ങിയെടുക്കാൻ നോക്കണം. അതിന് നമ്മുടെ മുന്നിൽ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. പിന്നീട് കാണിക്കുന്നത് ഈ നന്ദനെ കടത്തിക്കൊണ്ട് പോയ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളെല്ലാം വസുന്ധര IPSന് കിട്ടിയതും വസുന്ധര IPS കൂടെയുള്ള ഓഫീസർമാരോട് പറയുന്നുണ്ട്, ഇത് ആരുടെ വണ്ടിയാണെന്നും ഈ വണ്ടി ഇപ്പോൾ എവിടെയാണെന്നും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ പോലീസുകാർ വണ്ടിയുടെ ഉടമേനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അതിനുശേഷം ശരിക്കും ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ത്യാഗരാജനാന്നുള്ള സത്യം ഈ പോലീസുകാർ വസുന്ധര IPSന് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. അത് കേട്ടതും വസുന്ധര പറയുന്നുണ്ട്, അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ത്യാഗരാജൻ തന്നെയായിരിക്കും. ത്യാഗരാജന് കൂട്ടായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല മാഡം, എന്തായാലും ഓണറുടെ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് ത്യാഗരാജനെ അറസ്റ്റ് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ വസുന്ധരയും ടീമും ഈ ത്യാഗരാജനെ അറസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി ഇറങ്ങുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ത്യാഗരാജനും പ്രകാശനും ഋഷിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഋഷി ത്യാഗരാജനോട് പറയുന്നുണ്ട്, ത്യാഗരാജൻ ഞങ്ങൾ എത്ര ദിവസമായി എന്നെ ഇവിടെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു, ഇയാളോട് എന്നെ തുറന്നു വിടാൻ പറയാമെന്ന്. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, മോൻ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് മോനെ തുറന്നു വിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. മോൻ്റെ അമ്മ ഇവൻ ചോദിക്കണ പൈസ കൊടുത്താലേ ഇവൻ മോനെ ഫ്രീ ആക്കി വിടുകയുള്ളൂ, ഇല്ലെങ്കിൽ മോൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞതും ഈ ഋഷി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ അങ്ങളേന്ന്. ഈ സമയത്താണ് ഒരു പോലീസ് ജീപ്പിൻ്റെ ഒച്ച കേൾക്കുന്നത്. ആ സമയം ത്യാഗരാജനും പ്രകാശനും ഇപ്പം ഇത് ആരും ഇങ്ങോട്ട് വന്നേക്കണേന്ന് ഇങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ജീപ്പിൽ നിന്നും വസുന്ധര IPSും ടീമും ഇറങ്ങനെയാണ് കാണുന്നത്. അത് കണ്ടതും ത്യാഗരാജനും പ്രകാശനും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.